നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ ബാഴ്സയും PSG-യും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഉറ്റുനോക്കിയൊരു പോരാട്ടമാണ് ലമീൻ യമാൽ വേഴ്സസ് ന്യൂനോ മെൻഡസ്. കളിക്ക് മുമ്പ് അഷ്റഫ് ഹക്കീമി അത് പറഞ്ഞിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കിനെയാണ് ലമീൻ യമാൽ നേരിടാൻ പോകുന്നത്, അത് ഒട്ടും എളുപ്പമാവില്ലെന്ന്. കളിക്കളത്തിൽ അത് ചെയ്ത് കാണിച്ചു ഒരിക്കൽ കൂടി ന്യൂനോ മെൻഡസ്. കഴിഞ്ഞ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ അദ്ദേഹം ഇത് ചെയ്തതാണ്. വീണ്ടും അതൊരിക്കൽ കൂടി ചെയ്ത് കാണിച്ചു, അങ്ങ് യമാലിനെ പൂട്ടി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇടുന്ന കമൻറ്റ് യമാൽ ന്യൂനോ മെൻഡസിൻ്റെ പോക്കറ്റിലായി എന്നാണ്. ഏതായാലും ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തത് അത് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ്, ന്യൂനോ മെൻഡസിനാണ്. എന്തുകൊണ്ടത് കൊടുത്തു എന്ന് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് കേൾക്കണം. അവർ പറയുന്നത് ഹി ഡിഫെൻഡഡ് വെരി വെൽ അഗെയിൻസ്റ്റ് ലമിൻ യമാൽ. വൺ സിറ്റുവേഷനുകളിൽ മോസ്റ്റ് ഓഫ് ദി ഗെയിം ലാമിൻ യമാലിനെതിരെ മികച്ച രൂപത്തിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ, മുന്നോട്ട് കയറുന്ന ഘട്ടത്തിൽ വളരെ ഡേഞ്ചറസ് ആയിരുന്നു ന്യൂനോ മെൻഡസ്. ഒപ്പം ആ ഫസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്തതും മനോഹരമായിട്ടാണ്. യെസ്, ഗോളിന് അസിസ്റ്റ് കൊടുത്തു. അതോടൊപ്പം തന്നെ ലമീൻ യമാലിനെ പൂട്ടി എന്ന് പറഞ്ഞാൽ കളിയുടെ തുടക്കത്തിൽ ലമീൻ യമാൽ കുറച്ച് ഡ്രിബ്ലിങ്ങും ഒരു കിടിലൻ റണ്ണൊക്കെ നടത്തിയിട്ടുണ്ട്, അതില്ലാന്നല്ല. രണ്ടാം പകുതിയിൽ പൂർണ്ണമായിട്ടും ഷട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഒരു ഫൗള് ചെയ്ത് അത് രണ്ടാമത്തെ യെല്ലോ കാർഡാണ്, റെഡ് കാർഡാണ് എന്നൊക്കെ വാദത്തിന് പറയാമെന്നല്ലാതെ കളിയിൽ മികച്ച രൂപത്തിൽ യമാലിന് മേൽ ന്യൂനോ മെൻഡസ് ആധിപത്യം പുലർത്തുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. യമാൽ ഈ കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഐ ആം ബാക്ക് ആൻഡ് ദി മിഷൻ ഈസ് ഓൾസോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യമാലിനെ പൂട്ടി എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇതിത്ര പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നത്. അതാണ് വിറ്റിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങൾ കൃത്യമായൊരു മെസ്സേജ് അങ്ങ് തന്നിട്ടുണ്ട്. ഇത് ഫുട്ബോൾ ലോകത്തിലുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ മികച്ച ടീമാണെങ്കിൽ അത് കളിക്കളത്തിൽ കളിച്ച് കാണിക്കില്ല, അതെ സംസാരിക്കുകയല്ല വേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും യമാൽ 71% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നത്. 3 ഓഫ് ടാർഗറ്റ് ഷോട്ട്, ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടും അദ്ദേഹത്തിൻ്റെ വകയില്ല. 2 തവണ അദ്ദേഹം ഡിസ്പോസസ്ഡ് ആയിപ്പോയി. 43% അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ ആക്യുറസി ആകെ ഉണ്ടായിരുന്നെന്ന കാര്യം കൂടി നോക്കുക. സോ യമാൽ മങ്ങിപ്പോയൊരു കളിയാണ്. അതിൻ്റെ കാരണം ന്യൂനോ മെൻഡസിൻ്റെ മികവ് തന്നെയാണ്. അപ്പോൾ ന്യൂനോ മെൻഡസ് കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ പകരം റീപ്ലേസ് ചെയ്തു വന്ന താരങ്ങൾ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് തന്നെ കളിച്ചു. ഞങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തന്നു. ഇപ്പോൾ കുറച്ച് ഇഞ്ചുറീസൊക്കെ ഉണ്ടെങ്കിലും ഐ തിങ്ക് വി ആർ അവർ ബെസ്റ്റ് ലെവൽ എന്നാണ് ന്യൂനോ മെൻഡസ് പറഞ്ഞത്. യെസ്, ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന് ഹക്കീമി പറഞ്ഞത് 100% ശരിയാണെന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.